ഓം നമോ ഭഗവതി വാസുദേവായ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നത് സനകാദി മഹർഷികളുടെ വൈകുണ്ഠ ദർശനം എന്ന കഥയെക്കുറിച്ചാണ്. സനകാദികൾ 4 പേരാണ്. സനകർ, സനന്ദൻ, സനാതനൻ, സനൽകുമാരർ എന്നിവരെയാണ് ചുരുക്കി സനകാദികൾ എന്ന് പറയുന്നത്. മൈത്രേയി മഹർഷി പറഞ്ഞു, ലോകോപദ്രവകാരികളായ പുത്രന്മാരെ പ്രസവിക്കാൻ മടിച്ച് തിഥി പ്രസവിക്കാതെ 100 വർഷം ഗർഭം ധരിച്ചിരുന്നു. തന്നിമിത്തം ലോകമെങ്ങും വൻ തമസ് ബാധിച്ചു. പകലും രാത്രിയും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. വേദോക്ത കർമ്മങ്ങളെല്ലാം മുടങ്ങി. സങ്കടത്തിൽപ്പെട്ട ഭഗവാൻ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. ബ്രഹ്മാവ് പറഞ്ഞു, മുമ്പ് വൈകുണ്ഠത്തിൽ ഒരു സംഭവം നടന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ ദുരവസ്ഥ വന്നു ചേർന്നത്. ആപ്തകാമന്മാരായ സനകാദികൾ നിശ്ചിന്തമായി ഓരോ ലോകങ്ങളിൽ യഥേഷ്ടം സഞ്ചരിച്ചു കൊണ്ടിരുന്നു. അക്കൂട്ടത്തിൽ ഒരിക്കൽ ഭഗവത് ദർശനാർത്ഥം വൈകുണ്ഠത്തിലെത്തി. അവിടെ പ്രവേശിച്ച മാത്രയിൽ കുമാരന്മാർക്ക് പരമാനന്ദ അനുഭവമുണ്ടായി. അവർക്ക് ഭഗവാനെ കാണാൻ തിടുക്കമായി. സർവത്ര സമദർശികളായ ആ യോഗീശ്വരന്മാരുടെ ഗതിയെ ആരും ഒരു സ്ഥലത്തിലും തടസ്സപ്പെടുത്താറില്ല. അവർ ദ്രുതഗതിയിൽ ഓരോ മതിൽ ചുറ്റുകളും കടന്ന് അവസാനത്തെ ഗോപുരദ്വാരത്തിലെത്തി. അവിടെ തുല്യവയസ്കരായി ഗദാപാണികളായി സർവാഭരണഭൂഷിതരായി ജയവിജയന്മാരെന്ന് 2 ദേവന്മാർ കാവൽ നിന്നിരുന്നു. കുമാരന്മാർ അവരോടൊന്നും ചോദിക്കാതെ അകത്തേക്ക് കടക്കാൻ ഭാവിച്ചു. ആത്മജ്ഞാനികളായ അവർ 5 വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്നവരും അരയിൽ വസ്ത്രമില്ലാത്തവരുമായിരുന്നു. ആ മഹാത്മാക്കളുടെ പ്രഭാവമറിയാതെ വെറും കുട്ടികളാണെന്ന് കരുതി കാവൽക്കാർ അവരെ ഗദ കൊണ്ട് തടഞ്ഞു നിർത്തി. ശ്രേഷ്ഠനായ ഭഗവാന്റെ ദർശനത്തിന് വിഘ്നം വരുത്തിയവരോട് കുമാരന്മാർക്ക് അല്പം കോപം തോന്നി. ഭഗവത് പാർഷദന്മാർ കുമാരന്മാരെ തടഞ്ഞതും പരമശാന്തമൂർത്തികളായ സനകാദികൾക്ക് കോപമുണ്ടായതും അന്തർയാമിയായ ശ്രീകൃഷ്ണന്റെ സങ്കല്പത്താൽ തന്നെ. കുമാരന്മാർ പറഞ്ഞു, ഇതെന്ത് ഭേദഭാവേന അശേഷം തീണ്ടാത്ത വൈകുണ്ഠത്തിൽ നിങ്ങൾക്ക് മാത്രം ഈ വിപരീത ബുദ്ധിയോ? നിങ്ങൾ തീർച്ചയായും ഇവിടെ ഇരിക്കാൻ യോഗ്യരല്ല. നിങ്ങൾക്ക് പറ്റിയ സ്ഥലം കാമക്രോധാദികൾ നിറഞ്ഞ അധോലോകം തന്നെ. അവിടെ അസുരന്മാരായി ജനിക്കുവിൻ. ബ്രാഹ്മണരുടെ ഈ ഘോരമായ ശാപത്തെ കേട്ട് ഹരിദാസന്മാർ പേടിച്ച് വിറച്ചുപോയി. ഉടനെ മഹാത്മാക്കളുടെ പാദമൂലങ്ങളിൽ വീണ് നമസ്കരിച്ച് പ്രാർത്ഥിച്ചു. ഭഗവത് സ്വരൂപികളെ, അപരാധം ചെയ്ത് ഞങ്ങൾക്ക് ശിക്ഷിച്ചത് ഉചിതം തന്നെ. അത് ഞങ്ങൾ അനുഭവിച്ചു കൊള്ളാം. കാരണം ഇനി ഒരിക്കലും മഹാത്മാക്കളെ അപമാനിക്കാൻ ഞങ്ങൾക്ക് തോന്നുകയില്ലല്ലോ. ഞങ്ങൾ ഒന്നേ പ്രാർത്ഥിക്കുന്നുള്ളൂ, അധോലോകത്തിൽ ജനിച്ചാലും ഞങ്ങൾക്ക് നിരന്തര ഭഗവത് സ്മരണയ്ക്ക് വിഘ്നം വരാത്ത വിധം അനുഗ്രഹിക്കണം. ഇതേ സമയത്തിൽ തൻ്റെ ഭൃത്യന്മാരുടെ അതിക്രമത്തെ അറിഞ്ഞ് വൈകുണ്ഠനാഥൻ ലക്ഷ്മി സമേതനായി കുമാരന്മാരുടെ മുമ്പിൽ എഴുന്നള്ളി. ദർശനമാത്രയിൽ ഹൃദയത്തെ അപഹരിക്കുന്ന അരവിന്ദനാഭന്റെ ദിവ്യമംഗള വിഗ്രഹത്തെ കുമാരന്മാർ കൺകുളിരെ കണ്ടു. പ്രസന്ന മുഖകമലം, ശോഭന കപോലം, ഉയർന്ന നാസിക, പ്രേമകടാക്ഷം വിരിഞ്ഞ മാറിടം, ആഴമേറിയ നാഭി, തടിച്ച കവിൾത്തടം, പരമഹംസന്മാർ തേടുന്ന പാതാരവിന്ദം, ഘനശ്യാമ നിറം, അരയിൽ മഞ്ഞപ്പട്ട്, സർവാംഗം ആഭരണങ്ങൾ എന്നിങ്ങനെ സൗന്ദര്യമൂർത്തിമത്തായി ഇവിടത്തെ തൃക്കൈ ഗരുഡന്റെ പുറത്ത് വെച്ച് വലതുകൈയിൽ താമരപ്പൂവുമായി ഭക്തവാത്സല്യത്താൽ കടാക്ഷിച്ചു കൊണ്ട് നിൽക്കുന്ന പുരുഷോത്തമന്റെ ആകാരം കുമാരന്മാരുടെ ഹൃദയത്തിൽ പ്രവേശിച്ച് അവരെ പുളകം കൊള്ളിച്ചു. ബ്രഹ്മാനന്ദത്തിൽ നിന്ന് മുടങ്ങിക്കിടക്കുന്നവരാണെങ്കിലും അതിലും ഉപരിയായ പ്രേമാനന്ദം തങ്ങൾക്ക് ഉണ്ടാക്കിത്തന്ന ഭഗവാനെ അവർ സ്തുതിച്ചു. ഭഗവാൻ നിന്തിരുവടി സകല ഭൂതങ്ങളുടെയും ഉള്ളിൽ എപ്പോഴും ഉണ്ട്. എങ്കിലും ദുരാത്മാക്കൾക്ക് കാണാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഞങ്ങളുടെ നേത്രഗോചരമായി ഭവിച്ചത് അവിടുത്തെ കാരുണ്യാതിരേകത്താലാണ്. അരൂപനായ നിന്തിരുവടി സ്വരൂപം സ്വീകരിക്കുന്നത് ഭക്തന്മാരെ ആനന്ദിപ്പിക്കുവാനാണ്. സ്വാമി, ഞങ്ങൾക്ക് കോപമുണ്ടായിട്ട് അവിടുത്തെ പാർഷദന്മാരെ ശപിക്കാനിടയായി. ആ പാപത്തിൻ്റെ ഫലമായി ഞങ്ങൾക്ക് നീചയോനിയിൽ ജനിക്കേണ്ടി വന്നാലും വരട്ടെ. എന്നാൽ ഒന്നു മാത്രം പ്രാർത്ഥിക്കുന്നു, ഏത് ജന്മമായാലും ഞങ്ങളുടെ മനസ്സ് അവിടുത്തെ പാദകമലത്തിൽ രമിക്കട്ടെ. വാക്കുകൾ ശ്രീചരണധൂളിയെ സ്തുതിക്കട്ടെ. ശ്രോത്രങ്ങൾ കഥാശ്രവണത്താൽ നിറയട്ടെ. ഇപ്രകാരം അനുഗ്രഹിച്ചാലും. ഞങ്ങൾക്ക് സുദുർലഭമായ ദർശനം തന്ന് അനുഗ്രഹിച്ച ഭഗവാന് നമസ്കാരം. സനകാദികൾ ശപിച്ചവരാണ് പിന്നീട് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവുമായി പിറന്നത്. അടുത്ത ഭാഗം പറയാൻ പോകുന്നത് കപില അവതാരത്തെക്കുറിച്ചാണ്. ഇഷ്ടപ്പെട്ട
ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.